വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ശ്വേത ചേച്ചി, ഇവര് വന്നപ്പോ മറ്റേ ടീം വരുന്ന ഡൗൺ ആയോ എന്നൊരു സംശയം എനിക്കും. ആരാണ് മറ്റേ ടീം? നിങ്ങൾ തന്നെ. എനിക്കിപ്പോ ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കേട്ടോ. ഇവരുടെ വൈബ്, ഇവരുടെ ആ ഒരു ഫുൾ എനർജീസ് ലൈക്ക് പൊളിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പറഞ്ഞേ. ലില്ലിയാണോ? ലില്ലി, അതേ വൈബില് നമുക്ക് അന്ന് ഒരു പാട്ട് മൂഡിലേക്ക് പോയാലോ? ലില്ലിന്റെ വക ഒരു ഇടിവെട്ട് സാധനത്തിൽ നമുക്ക് പവർ ആക്കണം. അവരിവിടെ അടിപൊളിയായിട്ട് പവറായിട്ട് ചാർജ് ആയിട്ട് വരണം. ഓക്കെ, എന്നാ നമുക്ക് കാണാം നമ്മുടെ ലില്ലിയുടെ പെർഫോമൻസ്. ഇനി നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. ലില്ലി എന്ന് പറയുന്ന വ്യക്തി ഒരു അസാധ്യ മ്യൂസിക് ഡയറക്ടറാണ്. ഞങ്ങൾക്ക് അറിയാം, വന്നപ്പോ പറഞ്ഞായിരുന്നു. പ്രേക്ഷകർക്കും കൂടെ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ലില്ലി നോൺ കോമ്പോസിഷനിൽ ഒരു മ്യൂസിക് ഇവിടെ ഇപ്പൊ അല്ലെ, ഇത് അൺറിലീസ്ഡ് ആയിട്ടുള്ള ഒരു ആൽബമാണ്, എന്റെ സിംഗിൾ ആണ്. സോ നമ്മളെ ഈ ഒരു ഷോയിലൂടെയാണോ ആദ്യമായിട്ട് അത്? ഇത് അൺറിലീസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, നാടെന്നാണ് പാട്ടിന്റെ പേര്. ഇത് എക്സ്ക്ലൂസീവ് ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലൂടെ. ഇനി നമുക്ക് ലില്ലിന്റെ ഒരു അടിപൊളി പാട്ട് നമുക്ക് കിട്ടാണ്. അപ്പൊ നാടോടുമ്പം നടുവെ ഓടണതെന്തേ, നീ എന്റെ പിന്നാലെ വാ, നീ എന്റെ പിന്നാലെ വാ. നാടോടുമ്പം നടുവെ ഓടണതെന്തേ, നീ എന്റെ പിന്നാലെ വാ, നീ എന്റെ പിന്നാലെ വാ. ഊരേതാ പേരേതാ അറിയില്ല, അറിയലും പറയില്ല, നീ ആരാ, നീ ആരാ, നീ ആരാ. ഊരേതാ പേരേതാ അറിയില്ല, അറിയലും പറയില്ല, നീ ആരാ, നീ ആരാ, നീ ആരാ. നാടോടുമ്പം നടുവെ ഓടണതെന്തേ, നീ എന്റെ പിന്നാലെ വാ, നീ എന്റെ പിന്നാലെ വാ. നാടുകൾ താണ്ടി എരിവേനലും പേമാരിയും കണ്ട് എടമോന നിന്നെ കാലം കുറെ ഞാൻ ഓണം പറക ഞാൻ കാലം കുറെ കേട്ട കഥകൾ, ഞാനും കൂടെ പറയാൻ കാലം മാറിപ്പോയ കഥകൾ. I just wanna leave my life secret, gonna eat my hair, I know. Let me be in my world, I ain't gonna live up to my, cause it's out of mine. No man for the path I chose, don't feel God and nothing alone. Build it from the pain, while the rise to flame. നാടോടുമ്പം നടുവെ ഓടണതെന്തേ, നീ എന്റെ പിന്നാലെ വാ, നീ എന്റെ പിന്നാലെ വാ. നാടോടുമ്പം നടുവെ ഓടണതെന്തേ, നീ എന്റെ പിന്നാലെ വാ, നീ എന്റെ പിന്നാലെ വാ. Thank you so much, thank you so much. Thank you so much guys, thank you so much. എത്ര ദിവസം എടുക്കും ഇതൊക്കെ? ആക്ച്വലി ഇത് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടെ ഒരു 2 years മുമ്പാണ് ഞാനിത് പ്രോഗ്രാമിങ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ഇതിപ്പോൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം ഇതിന്റെ ഷൂട്ടിന്റെ ഇന്നലെയും ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വർക്ക് ചെയ്യായിരുന്നു ഇതിന്റെ. സോ ഇതിനൊരു വലിയ ക്രെഡിറ്റ് കൊടുക്കാണ്ടെന്ന് വെച്ചാൽ നിതിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പുള്ളി ബീനൈസ്ഡ് ആണ്. സോ
പുള്ളിക്കാണ് അതിന്റെ ഒരു താങ്ക് യു ഞാൻ പറയുന്നത്. ബിക്കോസ് കമ്പോസിങ് ചെയ്ത സമയത്ത് എന്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്ന രതിചേട്ടനാണ്. സോ ഒരു EDM ട്രാക്ക്, നല്ലൊരു EDM ട്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് നാടിലേക്ക് എത്തിയത്. നാട് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പഴയ ആൾക്കാരുടെ പാതയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പറയുന്ന ഒരു ട്രാക്കാണിത്. എല്ലാവരും അതിൽ ഞാൻ അങ്ങനെയാണ് ഒരു സബ്ജക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇത് വേഗം റിലീസ് ആക്കിക്കോ. ഐ എം ടെല്ലിങ് യു, ലൈക്ക് എല്ലാവരുടെയും പ്ലേലിസ്റ്റ് എസ്പെഷ്യലി ഫോർ ദ പാർട്ടി വൈബ്സിന് ഭയങ്കര അടിപൊളി വെരി സൂൺ തന്നെ സിനിമയിൽ മ്യൂസിക് ചെയ്യാനും പാടാനും ഒക്കെ ഉള്ള അവസരം കിട്ടട്ടെ. അതുപോലെ ഇനിയും മീഡിയംസിന്റെ കുറെ വർക്ക് ചെയ്യട്ടോ. ദാറ്റ് ആക്ച്വലി ബെനിഫിറ്റ്. ഭയങ്കര അടിപൊളിയായിരിക്കും. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു നോ ഇറ്റ്. ഓ, അടുത്ത പരിപാടിയിലേക്ക് കിടക്കണ്ടേ? അടുത്ത പരിപാടി ഏതാ? അടുത്ത പരിപാടി സെറ്റ് ആക്കുമ്പോ പരിപാടിയൊക്കെ നടക്കണേ അതിന്റേതായ രീതിയിൽ. ഓക്കേ. ഹലോ എവരിബഡി, കഥനാവടി കുറ്റിവെടി. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്, ദ അൾട്ടിമേറ്റ് TV ഷോ ഓഫ് ദ TV ഹാപ്പിനെസ് ആൻഡ് ദ ഷോ ഓഫ് ദ. ആ ഒരു റൂട്ടിലാ സാധനം പോകുന്നത്. ഇപ്പൊ പറഞ്ഞ എന്നെ അറിഞ്ഞൂടെ? എന്നെ നിങ്ങളെ അറിയാം, മനസ്സിലായി. കാണിച്ചേ. ഞാൻ പുതിയ ആങ്കർ ഉണ്ട്. എനിക്ക് വയ്യ, സുഖമില്ലായിരിക്കും. കുഴപ്പമൊന്നുമില്ല. കുഴിയില് ഞാൻ കണ്ട് കാലില് വയ്യ. ഇവിടെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് നിൽക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. എനിക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്ന കുഴപ്പമില്ല. അല്ല, കുഴപ്പമുണ്ടത്. എന്റെ അടുത്ത് അനു സാറ് പറഞ്ഞിരുന്നു, എന്ന് എലീന പഠിക്കൽ ഇവിടെ അന്ന് എന്നെ ആങ്കറാക്കാറ്. അങ്ങനെ അനുചേട്ടാ അങ്ങനെ പറഞ്ഞിരുന്നോ? അതൊന്ന് വെറുതെ പറഞ്ഞതാ, എന്നെ ഒഴിവാക്കി വിടാൻ വേണ്ടി പറഞ്ഞതാ. പുള്ളി സീരിയസ് ആയിട്ട് എടുക്കുന്നു ഞാൻ വിചാരിച്ചു. അത് അങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ കളിയാക്കാൻ പാടില്ല. സീരിയസ് ആയിട്ട് എടുക്കുന്നേ. എനിക്ക് പിന്നെ സീരിയസ് ആക്കി, എനിക്കിത് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമാണിത്. ഞാൻ ഒരു കുഴിയിൽ വീണ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അത് മാത്രമല്ല, എന്റെ മേക്കപ്പ് ഒക്കെ കൊള്ളാമോ? നന്നായിട്ടുണ്ടോ? അല്ല, ഒരു അവതാരകൻ ആവാൻ പറ്റിയ അതാണ് എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാൻ. പിന്നെ ചേട്ടൻ എനിക്ക് ജോലി കിട്ടി അറിഞ്ഞോട്ട് ചേട്ടൻ വന്നു. ചേട്ടാ വാ, മേക്കപ്പ് ചെയ്യണം വാ. അവര് രണ്ടും കൽപ്പിച്ചാണ്. എന്റെ ചേട്ടൻ സുന്ദര കുട്ടൻ. അതാണ് പേര്. ഇവന് പറ്റിയത് കിങ്ങിണി കൊട്ടണമായിരുന്നു. റിട്ടയർ ആയ മണ്ടനാ. ഒരു മിനിറ്റ്, ഇപ്പൊ അടിച്ച കൗണ്ടറില്ലേ, അത് ഈ ഫ്ലോറിൽ നിന്ന് കളയാം, അല്ലെങ്കിൽ ചീഞ്ഞ് നാറും. ആവശ്യമില്ല. ഇല്ല അത് വാഴക്കിട്ട് കൊടുക്കും, അപ്പൊ നിനക്ക് പഴം തിന്നാം. ആവശ്യമില്ല ഡയലോഗുകൾ പറയരുത്. കിട്ടിയ ജോലി ഇല്ലാതാക്കട്ടെ. സുന്ദരനാക്കി എടുത്ത് കെച്ചപ്പ് ടച്ചപ്പ് സെറ്റപ്പ് സെറ്റപ്പ് ആയത് എന്തുവാ സ്റ്റെപ്പ്. അത് സിനിമയില്ലേ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഓക്കേനാ. അത് കൊള്ളാം കേട്ടോ. ഇരിക്കുന്ന നോക്കിയാ ആരെന്ന് വേണ്ട, ശ്വേതാമേനോൻ. അനൂപേനോട് പെങ്ങളല്ലേ? അത് അതുപോലെ ഈ സിനിമയിൽ ഇങ്ങനെ ബന്ധങ്ങളുണ്ട് ഒരുപാട്. നമ്മളെ ടിനി ടോം ഇല്ലേ, ടിനി ടോമിന്റെ വകയിൽ ഒരു ബന്ധമായിട്ട് ഒരു റിമി ടോമി. അയ്യോ, അതായത് ബോംബെയിലെ നമ്മുടെ ഷാരൂഖ് അല്ലേ, ഷാരൂഖ് ഖാന്റെ പെങ്ങള് നമ്മുടെ എറണാകുളത്ത് താമസിക്കുന്നത്. അതാരും രശ്മി ഖാൻ. ഓ ഉണ്ട്. അപ്പൊ റിയാസ് ഖാൻ അവരൊക്കെ ബന്ധമുണ്ട്. ആ പെങ്ങളും മകളെയാണ്. അങ്ങനെ വരും. എന്ത് ചെയ്യുന്നേ? അതെ, ഞാൻ ബോംബെയിൽ നിന്ന് ഡാൻസ് ഒക്കെ പഠിച്ചു വന്നാണ്. അപ്പൊ എനിക്ക് പെർഫോം ചെയ്യാൻ ഒരു ലേഡി വേണം. അപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ ഒരു സ്ത്രീയെ വേണം, ഒരു ലേഡിയെ. വേണ്ട 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 വേണ്ട. എന്ത് വേണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്റെ കടമ. അല്ല വേണ്ടാന്ന്. നീ എന്താ ജയിലിൽ കിടന്നിട്ടുള്ള ആളാ, ചുമ്മാ എന്തിനാ? തുണിക്കടയുടെ മുമ്പിൽ ഇരുന്ന പെണ്ണ് പ്രതിമയെ ഫ്രഞ്ച് അടിച്ചിട്ട് എന്റെ ചുണ്ടു കടിച്ചു കുറച്ചേന്. ഇപ്പൊ ആ പ്രതിമയെന്ന് കാണാം, ചുണ്ടില്ല ഇങ്ങനെ ചേട്ടന്റെ ഓരോരോ തമാശകള്. ചേട്ടാ വൃത്തിയായിട്ട് നോട്ട് നോക്കരുത്. നിങ്ങൾക്കില്ല അമ്മയും പെങ്ങളൊന്നും? എനിക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പക്ഷെ എന്റെ പെങ്ങൾക്ക് ഒരു നാത്തും വേണം. സെറ്റ് ആവുന്ന നോക്കിയത്. പിന്നെ നമുക്ക് പരിപാടിയിലോട്ട് പോവാം. പിന്നെ അപ്പൊ നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പൊ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. എന്ത് ചോദ്യങ്ങൾ? എന്ത് പരിപാടി? ബുദ്ധിപരമായ ചോദ്യങ്ങൾ. ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചപ്പോൾ ഒരു തെറ്റ് പറ്റി. എന്താണ് ആ തെറ്റ്? ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചപ്പോൾ ഒരു തെറ്റ് പറ്റി. എന്താണ് ആ തെറ്റ്? എന്താ തെറ്ററിയോ ആർക്കെങ്കിലും? അറിഞ്ഞൂടാ? എനിക്കറിയാം, ആരും പറയത്തില്ല. അത് ഞാൻ പറയാം. സംഭവമേ, ഇതിനെ ഫാൻ എടുത്ത് മേളി വെച്ചിട്ട് അവരകത്ത് ചൂട് കൊണ്ട് കഥ അടച്ചിരിക്കുക. അകത്തിരിക്കേണ്ട ഫാൻ ഇത് പുറത്തായി പോയി. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മാസ്ക് വയ്ക്കുന്നത് എന്തിന്?
അത് വൈറസ് ഒന്നും പകരാതിരിക്കാൻ വേണ്ടി. രോഗി എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ തിരിച്ചറിയായിരിക്കും. ഞാൻ അടിക്കേണ്ട കൗണ്ടർ ആ മാപ്പ് തെണ്ടി കയറി അടിക്കും. നശിപ്പിച്ചല്ലോ. എന്റെ കൗണ്ടർ കയറി അടിക്കും. ഒന്നാമത് ഇവിടെ പുഴുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ലെവലിൽ പുള്ളിയെ ചിന്തിക്കത്തുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം. അടുത്ത ബ്രില്യന്റ് ചോദ്യം അതാലോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞതാ. ഞാൻ ചേട്ടനോട് എഴുതിയതാ. ഇതാരെന്നറിയോ അമ്പളേ? ഇതാരെന്നറിയോ? ഇതാണ് ഇവിടെ തമ്പിളിക്കുട്ടൻ. ഒരു കാര്യം ഞാൻ പറയാം, നീ പൂമ്പാറ്റിലെ കൗണ്ടർ കൂടെ അടിക്കില്ലേ, അവര് തിരിച്ചടിക്കും. ശ്രദ്ധിച്ചു കേട്ടോ. യുദ്ധകാലത്ത് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എന്ന വൃക്ഷത്തിന്റെ പേരെന്ത്? ടഫാണല്ലേ? ചോദ്യം കാഠിന്യം കുറയ്ക്കണോ? ഒന്നും ആലോചിച്ച് പറയൂ. കിട്ടൂല. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എന്ന വൃക്ഷത്തിന്റെ പേര്. ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടല്ലോ. അമ്മച്ചിപ്ലാവ് അതാണല്ലോ വൃക്ഷം. അതാണ് അതിന്റെ ഉത്തരം. നീ എവിടെന്നൊക്കെയാ എഴുതിക്കൊണ്ട് നാണങ്ങടത്തായിട്ട്. അടുത്ത നമുക്ക് ഗെയിം ഷോയിലോട്ട് പോവാം. ഇത് പറ്റത്തില്ല. ഇത് എന്തോ എത്ര സമയം കൊണ്ടോ ചെയ്യുന്നത്? എന്ത് ഇതില് മണ്ടത്തരം കാണിക്കാണ്ട് നല്ല രീതിയിൽ ചെയ്യോ? ചെയ്യാം. ഉറപ്പാണോ? ഗെയിം ഇന്ന് വരാ ഒരു ടെലിവിഷൻ ചരിത്രത്തിൽ വന്നിട്ടില്ലാത്ത ഒരു കിടിലൻ. എന്താ നോക്കട്ടെ. സെറ്റി വേഗമേ. നിങ്ങൾ 4 പേര് വാ. എനിക്ക് വയ്യ പോട്ടോ. ചേട്ടാ കാലു ചെയ്താ ഒന്നാമത് ഞാൻ വരുന്നില്ല പോട്ടോ. ബ്രില്യന്റ് ഗെയിമാണ്. രണ്ടെണ്ണം വെച്ചേക്കണേ ഉച്ചക്ക് ചോറിനാൻ. ഒരെണ്ണം കൂടെ വേണം. അവിടെ കടുവാ വലിയ ഗെയിമാണ്. കടുവിന് അങ്ങനെ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. കുക്കിംഗ് ഷോയാ? കടുക് നിലത്തിടരുത്. ഇത് കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി ഗെയിമാണ്. അതിനകത്ത് കൊണ്ട് കടുക് കിട്ടാ. എന്റെ ഗെയിം തൊലയ്ക്കാൻ വേണ്ടി പിടിച്ചാ അതിനകത്ത് കൊണ്ട് കടുക് ഇട്ട് വെച്ചേക്കുന്നു. ഇത് നേരത്തെ പറയണ്ടേ അനിയാ? പറയണ്ടേ അനിയാ? അതിൽ നിന്നും ഓരോ കടുവായി എടുത്ത് ഈ പ്ലേറ്റുകളിൽ കൊണ്ടിടുക. ഏറ്റവും കൂടുതൽ കടു നിറയ്ക്കുന്ന ആൾക്ക് സമ്മാനം. ഓക്കെ? ഓരോ കടുവാ? ഓരോ കടു ഇതിനകത്തോണ്ടിടുക. അതാണ് നമ്മുടെ ടഫ് ഗെയിമാണ് എന്റേത്. ഓക്കെ അല്ലേ? ഓക്കെ ചെയ്യാല്ലേ? അപ്പൊ റെഡി? 1 2 3 സ്പീഡ് വേണം. അങ്ങനെ പറ. മത്സരം എന്നൊക്കെ പറയണം. നീ പ്ലേറ്റ് ചെറുതാണ്. അണ്ണന്റെ ഒരു കടുക് തെടുത്ത് തന്നാ പോരെ. രതീഷേ, ഞാനിവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ എടാ സിനിമയിലൊക്കെ ഉള്ള അവരൊക്കെ ഇല്ലടാ ഇവിടെ കിടന്ന് കടു വെറുക്കുന്നടാ. നോബിയില്ലേ പുലിപുരയിലൊക്കെ ഉള്ള അവനിത് എന്തിന്റെ കേടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കേ പ്രാന്താണ്. എടാ പിന്നെ ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചൊരു സിനിമാ താരം ഇല്ലടാ, പാനന്ത്യ സുന്ദരി. അത് ഇത് കണ്ടോട്ടിരുന്ന് കൈയടിച്ചു കൊടുക്കും. എന്റെ ദൈവമേ, ആർക്കും ബോധമില്ല. എന്റെ കുഞ്ഞമ്മ എടുത്ത് വിളിച്ചെന്ന് പറഞ്ഞേക്ക്. ഒന്ന് പറഞ്ഞേക്ക്. എനിക്ക് തോന്നുന്നു ആകപ്പാടെ ഇവിടെ ഇച്ചിരി ബോധമുള്ളത് ഇവിടുത്തെ ഡയറക്ടർ അനൂജിനാന്ന് തോന്നുന്നു. എന്നെ നോക്കി കണ്ണൂരിട്ടെന്ന് പറഞ്ഞു. ചിലപ്പോ എന്നെ മിക്കവാറും എന്നെ വലിച്ചീറി വളവ് കഴിക്കും. ശരിയാണേ, ടി വിയിലിപ്പം കാണണേ ചിരിച്ച് ചാവാ. ശരി, എന്തൊക്കെ ആൾക്കാരെന്ന് നോക്കി. കൊറേ സമയം മതി 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 മതി. ആരാ ചേച്ചി നോക്കണം. പെങ്ങളൊന്നും മാറും. നഗ്നമായ സത്യം ഞാൻ പറയട്ടെ, അത് തുണി ഉടുപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ തുണി എടുത്തിട്ടാ നിക്കണേ. ഈ സ്ത്രീകളാണ് ജയിച്ചത്. ഈ സ്ത്രീകളാണ് ജയിച്ചത്. എണ്ണീട്ടാണ് പറഞ്ഞത്. ഞാൻ എന്നെ അല്ലെ നിങ്ങൾ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. ഇവർക്ക് അടിപൊളിയായിട്ട് ചെയ്തു. ഹലോ എന്താ മോനെ? ഇറങ്ങ ഫ്ലോറിൽ നിന്ന്. ഞാൻ പറയുന്നത് പൊന്നാകിലേ, നിങ്ങളല്ലാണ്ട് ഇവരാരും ഈ അമ്പിളിക്കൂട്ടം പറയുന്നത് കേട്ട് അവിടെ പോയി തുള്ളാൻ നിൽക്കുവോ? ഇതുപോലെ ഒരു വൃത്തിയായിട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മനസ്സാക്ഷി ഇല്ലാത്ത മനുഷ്യനല്ലോ. എന്തോന്നു, ഞാൻ ആ കുടിയിലൊന്ന് വീട് കിടന്നപ്പോ അവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അമ്പിളിക്കുട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അമ്പിളിക്കുട്ടാ കുട്ടാ കുട്ടാ കുട്ടാന്ന് പറഞ്ഞപ്പോ പോയില്ലേ നടന്ന്. ഇയാള് കണ്ടായിരുന്നു അവള് കുഴിയിൽ വീണ് കിടക്കുന്നത്? എന്നിട്ട് ഒന്ന് ആ കൊച്ചിനെ പിടിച്ച് എണീപ്പിച്ചിട്ട് വന്നൂടായിരുന്നു. ഇയാൾക്ക് മനുഷ്യത്വം ഇയാൾക്ക് എന്തുവാടാ ഈ പറയുന്നത്? പിന്നെ അല്ല പിന്നെ ഒരാള് ഒറ്റയ്ക്കേ ഉള്ളൂ, അയാള് തന്നെ കുഴി കുഴിക്കണം, ഒരാളെ കൊണ്ട് തള്ളിയിടണം, പിന്നെ അതിനെന്താ എടുപ്പിച്ചോണ്ട് കൊണ്ടു വരണോ? അതെവിടുത്തെ പരിപാടി ഇത്? അല്ല വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഈ എപ്പിസോഡൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. കോമഡി സ്കിറ്റ് കണ്ടാലോ? യെസ്. ഓക്കെ. എടാ ഡയറി അമീനും ഞാൻ പെട്ടെന്ന് പോലെയാണ് എനിക്ക് തോന്നിച്ചത്. സോറി. ദിസ് ഈസ് ആരിഫ്.
ഹായ് ആരിഫ്. എടാ നിങ്ങൾ രണ്ടുപേരും ആണോ ഇനി ഇന്ന് പെർഫോം ചെയ്യുന്നത്? നല്ലൊരു കൈയടി കൊടുക്കാം. ഞങ്ങൾ രണ്ടുപേരുമല്ല. നീ പൗണ്ട് കടവ് എന്ന് കേട്ടിട്ടുണ്ടോ? പൗണ്ട് കടവ് പൗണ്ട് കടവ് ഇറക്കിയിരിക്കുന്ന ആളാണ് നമ്മുടെ ആരിഫ്. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് 3 പേര് സ്കിറ്റ് കളിച്ചിട്ടുണ്ട്, 2 പേര് സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ട് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാനായിട്ടാണ് ആരിഫ് വന്നിരിക്കുന്നത്. ഇയാളെ പൊട്ടത്തരം പറയടാ, ഒറ്റയ്ക്ക് നീ കണ്ടു, നമ്മൾ ഇറക്കിയിരിക്കില്ലേ, കലക്കും, അടിപൊളിയായിരിക്കും. പിന്നെ അല്ല, ബാറ്ററി ഞങ്ങൾ ഓണാക്കി വെക്കട്ടെ? ഓണാക്കെ, എപ്പോ ഓണാക്കുന്ന ചോദിച്ചാൽ മതി. ഒറ്റയ്ക്ക് പോരാടാൻ പോവുകയാണ്. ചേട്ടനാണ് മോൺസ്റ്റർ. അതെ, ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിന്റെ പെർഫോമൻസ് കാണാൻ നമ്മൾ റെഡിയാണോ? ബാറ്ററി റെഡി ആയിക്കോളൂ. ബാറ്ററി റെഡി. All the best. Wow. Oh my baby, you want the song? Take it. കുണ്ടറല്ലേ രാധേ, റോട്ടിലൊരു പാമ്പ്, തല്ലടി രാധേ, കൊല്ലടി രാധേ. വായിക്ക് രുചിയായിട്ട് മനുഷ്യന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. ആ മൂഡിലോട്ട് ഇറങ്ങി വന്നതായിരുന്നു. പോയി ഹോൾ ഗോൺ. ആരായാലും കഥ പറഞ്ഞ് ഇടക്കയിലേ, കേറി ഇരിയടേ അങ്ങോട്ട്. ആ മൂഡ് വിട്ടു പോകുന്നില്ല. താര് 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 അങ്ങോട്ട്. നീയാ നിന്നെ ഞാൻ വിളിച്ച് അത്ത് കയറ്റിയത്? എടാ 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 നിന്റെ പുതിയ ഏത് കേസുമായിട്ടാടാ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഓരോ കേസ് നടക്കുമ്പോഴും ഈ വീട്ടിൽ നടക്കണം എന്താണെന്ന് നിനക്കറിയാവോടാ? നിന്റെ ആദ്യ കേസെടുത്ത് എന്റെ തലയിലിട്ടപ്പം അവൾ എന്നെ കട്ടിലിൽ നിന്ന് ഇറക്കി തറയിട്ട്. നിന്റെ രണ്ടാമത്തെ കേസെടുത്ത് എന്റെ പിടലിക്കിട്ടപ്പം അവൾ അവിടെ നിന്ന് എടുത്ത് എന്റെ സോഫയിട്ട്. ഇനി വെളിയിൽ പട്ടിക്കൂട് മാത്രമേ ഉള്ളൂ, അവിടെ കിടന്ന് കുരയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. കേട്ടല്ല, കൂടുതൽ സംസാരം ഒന്നും വേണ്ട. ഡാടാടാ, നിന്റെ സ്ഥിരം ന്യായോടിയൊന്നും വേണ്ട. അടിക്കേസാ പെണ്ണ് കേസാ പറയടാ. പെണ്ണ് കേസല്ല, പുണ്യ അടിക്കേസ്. അതിന്റെ സന്തോഷത്തിന് മോനെ നീ എന്റെ ചായ കുടിച്ചോ. അതൊക്കെ പോട്ട്, നീ ആരോട് അടി ഉണ്ടാക്കിയത്? ആര്? സുഭാഷിന്റെ ഏറ്റവും ഇളയവനാ? ഓ മൈ ഗോഡ്. എടാ എടാ എടാ, നീ അവനെ അടിച്ചപ്പ അവൻ നിന്നെ തിരിച്ച് പള്ളു വിളിക്ക് കൈ ഓങ്ങിയ വല്ലതും ചെയ്താ? ഇല്ലല്ലോ. കുനിഞ്ഞിട നീ ഈ പരിപാടി ചെയ്തിട്ടല്ലേ പോയത്? നോക്ക്, ഇങ്ങനെയാണോ? ഇങ്ങനെ കാണിച്ചിട്ട് ഓടയാണോ ചെയ്തവൻ? എന്റെ ദൈവമേ, വെള്ളോട് വെള്ളോട് വെള്ളോട്. ഇവിടെ വാടാ, ഇവിടെ നില്ല നീ, ഇവിടെ നിക്കണം നീ, അനങ്ങരുത്. കൈപ്പാങ്ങില് നിക്കണം നീ, കേട്ടല്ല? അറിഞ്ഞ ഞാൻ പറയട്ടെ, ആ ചെറുക്കൈ സ്വന്തം അപ്പൂപ്പന്റെ അടുത്ത് കാണിച്ച എന്താണെന്ന് അറിയാവോ നിനക്ക്? എടാ, പണ്ടെങ്ങാണ്ട് സെക്കൻഡ് ഷോ കാണാൻ പോയേന് ഈ കിളവനുണ്ടല്ലോ, ആ കുരുപ്പിനിട്ട് ഒരു കൊട്ടു കൊടുത്തു. അയ്യോ, ഇതിപ്പോ മൈൻഡ് ഇട്ടിട്ട് അന്നും അവ അങ്ങേരുടെ മുമ്പിൽ കിടന്ന് ഈ ആക്ഷൻ കാണിച്ചു. അങ്ങേർക്ക് മനസ്സിലായില്ല. 10 ദിവസം കഴിഞ്ഞ് ഈ കിളവൻ അടിച്ച് പിറ്റായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇവ എവിടെന്നാ കുറെ കനല് കോരിക്കൊണ്ടുവന്ന് ഈ കിളവന്റെ മുണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്തു. അയ്യോ, ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഏതോ ഒരു കരിഞ്ഞ മണം വന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പം മുണ്ടിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പോക. ഞാൻ വിചാരിച്ച ഈ കുടം ബിരിയാണി ഒളിച്ചു വെച്ച് തിന്നാനുള്ള പരിപാടിയായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഈ കനലോട് അങ്ങേര് ആറ്റിയെടുത്ത് ചാടി. നമ്മൾ കണ്ട കാഴ്ചയാണ്. 3 കാക്കകള് ഈ ചൊറിയും പുഴുവിന് വേണ്ടി ഭയങ്കര അടി. നമുക്ക് എന്തരാണെന്ന് മനസ്സിലായില്ല. ഈ 2 ചെറുക്കന്മാരെടുത്ത് ചാടിയിട്ട് പോയി നോക്കിയപ്പോഴാണ് ഈ കിളവൻ തുണിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. തൂക്കിയെടുത്ത് കരയിട്ട്. മോനെ, ആ കാഴ്ച അയ്യോ പറയാൻ പറ്റൂല. ഈ അവിച്ച മധുരക്കിഴങ്ങ്, അല്ല ഈ കിളവന്റെ കേസ് പറയുമ്പോ ഈ മധുരക്കിഴങ്ങ് എവിടെ നിന്ന് കയറി വന്ന്? എടാ അതല്ലടേ, മൊത്തം വെന്ത് പരുവായിപ്പോയി. ആ കിളവന്റെ ഉയരെങ്കിലും തിരിച്ചിട്ട് അതിൽ സമ്മാനിക്കാം. അവൻ എന്നോട് ചെയ്ത എന്താണെന്ന് നിനക്കറിയാവോ? എമ്പുരാൻ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കൂവിപ്പോയി. അതിന് ഈ ചെറുക്കൈ 10 ദിവസം കഴിഞ്ഞ് എമ്പുരാൻ സിനിമ കളിക്കുന്ന തിയേറ്ററിന്റെ ഫ്രണ്ടിലിട്ട് ഈ നീളത്തിലുള്ള വടിവാള് വെച്ചാണ് എന്റെ പിന്നാമ്പുറത്തിട്ട് ഒരൊറ്റ വെട്ട്. അമ്മേന്നൊരു വിളി ഞാൻ വിളിച്ചു. കണ്ണ് തുറന്നപ്പോ ഡോക്ടറിന്റെ ഫ്രണ്ടിൽ. ഡോക്ടർ പറഞ്ഞ എന്താണെന്നറിയോ?
എനിക്ക് ഓൾറെഡി ഉള്ള വെട്ടും ഈ ചെറുക്കൻ സംഭാവനയായിട്ട് തന്ന വെട്ടും തമ്മിൽ സ്ലൈറ്റ് വ്യത്യാസത്തിൽ പോയി. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. എന്നിട്ട് അങ്ങേര് അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സ്വന്തം ക്യാബിൽ ഒട്ടിച്ചു വെച്ച് എന്നിട്ട് ജൂനിയേഴ്സിനെല്ലാം വിളിച്ചിരുത്തിയിട്ട് ക്ലാസ് എടുക്കും. അങ്ങേരുടെ ഏറ്റവും ബ്രില്യൻ വർക്ക് എന്ന് പറഞ്ഞു. അതുപോട്ട് നിനക്ക് ആ ചെറുക്കനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും സൈക്കോപാത്തുകൾ ഫോളോ ചെയ്യുന്ന സിമിലർ പാറ്റേൺ ഉണ്ട്. ഈ കേസിൽ ആ കിളവന്റെ ഉമ്മറ, എന്റെ പിന്നാമ്പറം. അങ്ങനെയാണെങ്കിൽ നീ ഒരു ഇരുമ്പിന്റെ നിക്കർ വാച്ചെടുത്ത വളരെ നന്നായിരിക്കും. കാരണം ആ ചെറുക്കൻ ചില സ്പെഷ്യൽ ഏരിയകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ എടാ വേറൊന്നും അല്ല, ഈ കേസിന് ശേഷം ആ ചെറുക്കനുണ്ടല്ലോ ഗുളിക കഴിക്കാൻ തുടങ്ങി. പ്രഷറിന്റെ ഷുഗറിന്റെ അല്ല, നിനക്ക് എന്താണെന്ന് മനസ്സിലായി കാണുമല്ല. ആ എടാ അതൊക്കെ പോട്ടെ. എടാ ആ ചെറുക്കൻ നിന്നെ അടിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 10. എടാ എടാ മുടിഞ്ഞവനെ, എന്നിട്ടാടാ നീ ഇങ്ങോട്ട് കയറിക്കൊണ്ട് വന്ന. ഇറങ്ങടാ ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങ വെളിയിൽ, വെളിയിറങ്ങ. ഒന്ന് മാറിക്കേ. ഡൗട്ട്ഫുൾ ഫിഗർ. ഓ ആ ചെറുക്കനല്ലേടാ വന്ന് നിക്കണത്. ദൈവമേ, അവൻ കുനിഞ്ഞിടന്ന് ഈ ആക്ഷനും കാണിക്കുന്നുണ്ട്. ഇനി നിന്റെ കേസ് ആ ചെറുക്കൻ കാണിക്കണ പോലെ ആയി. സ്കിറ്റിലായിരുന്നു ചേട്ടാ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഒറ്റയ്ക്ക് ഒരാൾ സ്കിറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് കാണാൻ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ ശരിക്കും ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള ഫീല് തന്നെ, അതായത് പുള്ളിക്കാരൻ ചോദിക്കാൻ പോകുന്നത് എന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചേട്ടന്റെ എക്സ്പ്രഷനിൽ നിന്ന്, ഇഫ് ഐ എം നോട്ട് റോങ്, ചേട്ടന്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത്രയൊക്കെ നടന്നപ്പോഴും 3 പിള്ളേർ ഇവിടെ കിടന്ന് വാൻ ചിരിയായിരുന്നു. നമ്മുടെ ക്ലാസ് റൂമിലെ 3 പിള്ളേർ, രോഹിത്, ബിച്ചു, യദു, എല്ലാത്തിനും ചിരിയായിരുന്നു. ബിച്ചുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു കൂട്ടുകാരൻ ബിച്ചുവിന്റെ ലൈഫിലുണ്ടോ? ബിച്ചു വള്ളിക്കെട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു വള്ളിക്കെട്ട് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുമായിട്ട് അടി ഉണ്ടാക്കുന്ന വള്ളിക്കെട്ടുകൾ. അതാ എന്ത് ചേട്ടാ മറ്റേ സംഭവം ഇങ്ങനെ അത് ചെയ്താ പിന്നെ അവനെ സൂക്ഷിക്കണം. ഇവിടെ ഞാൻ ഒരു സ്കിറ്റ് അല്ല കണ്ടത്, പുള്ളിയുടെ ആർട്ടിസ്റ്റിന്റെ ഒരു ക്വാളിറ്റിയാ കണ്ടത്. ഭയങ്കര ജെന്യുവൻ. കാരണം നമ്മള് ഒരു സ്റ്റേജിൽ ഇത്ര വലിയ സ്റ്റേജിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പം ഒരാളില്ലാണ്ട് പുള്ളിൽ എല്ലാം നമ്മളെ ഈച്ച് ആൻഡ് എവരി എക്സ്പ്രഷനിലൂടെ കൺവേ ചെയ്യിപ്പിച്ചു. അത് തന്നെ വലിയ കാര്യം ആസ് എ ആർട്ടിസ്റ്റ്. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരാൾ. ആരാണ്? അക്കി ബ്രോ. അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ നോബി ചേട്ടാ, അഖില ചേട്ടാ, ഒരു ദിവസം രാത്രിയില്ലേ 2 മണിക്ക് ഞാൻ അഖി ഇവിടെ വന്നപ്പോ തൊട്ട് അവിടെ നിൽക്കുന്ന കണ്ടപ്പോ തൊട്ട് ഞാൻ ഓർക്കുക എവിടെയോ കണ്ട് പരിചയം. ഇൻസ്റ്റാഗ്രാമിലല്ല, പേഴ്സണലി എവിടെയോ കണ്ട് പരിചയം. നേരത്തെ പുള്ളി ബാക്കിലിരുന്നപ്പോ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞാനൊരു ഫോറസ്റ്റ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പേടിച്ച് വിറച്ച് ഒറ്റക്ക് വരുവാ. അമ്പലപ്പുഴയെ വെച്ച് പാലത്തിന്റെ മുകളിൽ വെച്ച് എന്റെ കാറിന്റെ പെട്രോൾ തീർന്നു പോയി. അപ്പൊ ഞാൻ ഒറ്റക്കാ. അപ്പൊ ഞാൻ കാറ് ഒരാളെ കൊണ്ട് തള്ളി ഒതുക്കാൻ പറഞ്ഞിട്ട് ഒരാളുടെ സഹായം തേടി ഒതുക്കി. എന്നിട്ട് ഞാനൊരു കുപ്പിയും എടുത്ത് പമ്പിൽ ചെന്ന് 3 മണിയൊക്കെ ആയി. ഞാൻ ഇത്തിരി പെട്രോൾ തരുമോ? എന്നിട്ട് ഞാൻ കാറിൽ പെട്രോൾ ഒഴിച്ചിട്ട് തിരിച്ച് പമ്പിലോട്ട് വന്ന് ഫുൾ ടാങ്ക് അടിക്കാം. ഇപ്പൊ അവിടെ നിന്നൊന്ന് കാർ എടുത്തു. ഞാൻ കുപ്പി തരൂല. ബ്രോ രാത്രി അവസ്ഥ മോശം, എനിക്ക് ഇനിയും കുറെ പോകാനുണ്ട്, കുപ്പിയിൽ ഞാൻ തരൂല കാറ് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞ കാറ് സ്റ്റാർട്ട് ആകത്തില്ല. ഇല്ല, എന്റെ മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട് കുപ്പി കൊടുക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ പമ്പിന്റെ നിയമം വിട്ടൊന്നും കളിക്കത്തില്ല. ഉടൽ ഡീസലിന് ഉയർ പെട്രോളിന്. ഇവിടെ നമ്മൾ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും പാവത്തിന് ബാറ്ററി എത്രത്തോളം ചാർജ് ആയി എന്നുള്ളൊരു ടെൻഷനിലാണ്. യെസ്, ശ്വേത ചേച്ചി. ആരിഫ് എന്താ ചെയ്യുന്നത്? ആരിഫ് ഞാനൊരു സ്ക്രീൻ ആക്ടറാണ്. ഞാൻ സിറ്റ്കോംസ് ഒരു 3-4 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്, 2 സിനിമ ചെയ്തിട്ടുണ്ട്, ആഡ്സ്, അങ്ങനെ റീൽസ്, അങ്ങനെ എല്ലാം ഇങ്ങനെ ആക്ടിങ്ങിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ എന്റെ ഫാദറിന് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. അവിടെ ഇരിക്കും ഫാദർ. ഈ ഷൂട്ട് വരുമ്പോ വാപ്പായെ പിടിച്ചിരുത്തിട്ട് ഓടും. പക്ഷെ ഇത് ഫുൾ ഒരു നമ്മളെല്ലാരും വിഷ്വലൈസ് ചെയ്തു. ഒരു ഇൻവിസിബിൾ ഒരു മനുഷ്യൻ, അല്ലാതെ ഒരു ആള് വന്ന് അവിടെ ഇരിക്കലും ആ ഒരു കുട്ടി ഇങ്ങനെ എല്ലാം നമ്മളെല്ലാരും വിഷ്വൽ ചെയ്തു. അത് ഓൺലി ബിക്കോസ് ആരിഫ് അത് നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടാണ്. യുനോ, അത് ആസ് എൻ ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ല. നമ്മളെല്ലാരോടും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു മറ്റേ ഇത്രയും ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല.
പക്ഷെ സൂപ്പർബായിട്ട് ആൻഡ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യത്തെ മോണോ ആക്ട് ആണ്. യുനോ ആസ് എ ആക്ടർ, ആസ് എ സബ്ജക്ട് സൂപ്പർബായിരുന്നു. സൂപ്പർ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആരിഫ്. ഗോഡ് ബ്ലെസ് യു. അതുപോലെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ പക്കായിരുന്നു. ഓപ്പോസിറ്റ് റിയാക്ഷൻ ഭയങ്കര പാടാണ് ചെയ്യുന്നത്. ഗംഭീരം ഒരാളില്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തത്. ആ പോസസ് നമ്മൾ സൈലൻസ്, ആ പോസസ് കറക്റ്റ് ആണ്. ടൈമിംഗ് ഗുഡ്. അപ്പൊ നമ്മുടെ പരീക്ഷണം വിജയിച്ചു അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് വീണ്ടും വരാം. അപ്പൊ ആദ്യം ഇന്ന് പെർഫോം ചെയ്തതിന്റെ ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നോക്കാം. മനസ്സുകൊണ്ടും വിഷ്വലി നമ്മളെല്ലാം ഫുൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ചിരിപ്പിച്ച് എത്രത്തോളം പവർഫുൾ ആക്കി എന്നുള്ളത് നോക്കാം. ബാറ്ററി നോക്കാം. 12,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് വന്ന് നേടിയതാണ്. ഓക്കെ, അപ്പൊ ഇനി വരുമ്പോൾ കുറച്ചും കൂടെ കൗണ്ടേഴ്സ് നമുക്ക്, ഇതിപ്പോ പരീക്ഷണമായിട്ട് ചെയ്തതാണ്. ഇനി എനിക്ക് ഉറപ്പാണ് കൗണ്ടേഴ്സ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒറ്റയ്ക്ക് നിന്ന് എല്ലാം തമാശയായിരിക്കും. ചെയ്താൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് അങ്ങ് പൈസ വാരണം. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ. ബാങ്ക് ഓഫ് ബോംബെ ഇസ് ഹിയർ. യാ, ശ്വേത ചേച്ചി കൈയോടെ കൊടുത്തോ. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പൈസ വാങ്ങിക്കൊണ്ട് യാ, ആൻഡ് ഇതാ. ഹാപ്പി ആയില്ലേ? അപ്പൊ ഇനി ഒറ്റയ്ക്ക് വന്ന് കളിക്കില്ലേ? ഒറ്റയ്ക്ക് വന്ന് കളിക്കാം. ശരി, അപ്പൊ ഉഷാറായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുക്കാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കാണുമ്പോ തന്നെ മനസ്സിലായല്ലോ വീട് പണിയാണ് ഇവിടെ നടക്കുന്നത്. തകൃതിയായിട്ട് നടക്കുന്ന വീട് പണിയാണ്. അണ്ണന്മാരെ റെഡിയാണോ? യെസ്, എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി അങ്ങ് ഓൺ ആക്കാം. ഈ വീട് പണിയുടെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് തമാശകളൊക്കെ കണ്ടങ്ങ് പോയാലോ? അത് വേണമല്ലോ. അത് വേണം. കൂടുതലാണ്, അതുകൊണ്ട് ഫുൾ ബാറ്ററി ആക്കണം. ബാറ്ററി നമുക്ക് ഓൺ ആക്കാം. ആദ്യം ബാറ്ററി ഒന്ന് ഓൺ ആയിക്കോളൂ. ബാറ്ററി റെഡി. ഇനി ഒറ്റ സാധനമേ ഉള്ളൂ രാജേട്ടാ, വിനോദേട്ടാ, ബേസ് നമ്മുടെ കറക്റ്റ് ആവണം. അതുകൊണ്ട് കോൺക്രീറ്റ് നല്ല ഫേം ആക്കി സിമെന്റ് ഒക്കെ കൂട്ടി കൗണ്ടർ രൂപത്തിൽ എറിഞ്ഞ് നമുക്ക് പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. റെഡി, സൂപ്പർ. നിന്റെ 4 കെട്ടിന്റെ പടിപ്പുറമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിക്കട്ടെ. ഹലോ, ആരാ? കറിയായ? ഞാനിവിടെ പാചകം ചെയ്യുമല്ല, കറിയായോ എന്ന് എന്നോട് ചോദിക്കാൻ. ഞാൻ കറിയാ. ഇയാൾ കറിയാണെങ്കിൽ ചോറിന്റെ കൂടെ പോയിരിക്കുക, ആരെങ്കിലും വാരി തിന്നോളും. എന്റെ പേര് ആർക്കറിയാ? ഇയാളുടെ പേര് ആർക്കറിയാമെന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്തോ പറയാം? ഇയാളെ പറ്റി ഇയാൾക്ക് അറിയത്തില്ലയോ? എന്റെ ദൈവമേ, പ്രാന്തനോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എടോ മനുഷ്യ, എന്റെ പേര് കറിയാ. ഇൻഷലാണ് 6. ഓ, കറിയാ. ഓ, കറിയല്ല, ആർക്കറിയാ. വീട് പറയണമെന്നുണ്ടെങ്കിൽ മുക്കട. ഞാൻ മുക്കിയില്ലേ, ഇയാള് വീട് പറയത്തില്ലയോ? അതല്ലെന്ന് പറഞ്ഞത്, എന്റെ വീട് മുക്കട ജംഗ്ഷനിലായിരിക്കുന്നെന്ന് പറഞ്ഞത്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത്? അല്ല, അത് കാക്ക ചുള്ളിയൊക്കെ പറയും തന്നെ. അതല്ലെന്നേ, ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിതത്? അത് ഞാനാണ്, നാരായണൻ. അപ്പം നാരായണൻ. അപ്പം നാരായണനല്ല, ഞാനാ നാരായണ മേശ്ശേരി. അപ്പോൾ നാരായണ മേശ്ശേരി. അപ്പോഴും ഇപ്പോഴും ഞാനാണ് നാരായണ. എപ്പോഴാണ് നാരായണ മേശ്ശേരി ആണല്ലോ? അതെ. ഓക്കെ, അതുപോലെ ആയിക്കട്ടെ. അപ്പൊ അതുപോലെ എനിക്ക് കിടക്കുന്ന ഒരു വീട് പണിയണം. കാരണം പൈസ എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഗൾഫിൽ പോയി കിടന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ എടോ, ഭീമൻ രഘുവിന്റെ ഈ ശരീരം വെച്ചോണ്ട് ഈ വാർത്ത എന്നോട് പറയാ അഭിമാനമുണ്ടോ? എന്നാ ഗൾഫിൽ കിടന്ന് കാശുണ്ടാക്കി? മനുഷ്യ, ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതുപോലെ എനിക്ക് അത് ആ വീട് പോലെ കിടുക്കൻ ഒരു വീട് ഉണ്ടാക്കി തരണം. അത് സൂപ്പർ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി തരണം. അത് ഞാൻ ഉണ്ടാക്കി തരാം. അതിന് എത്ര രൂപ വേണം? അല്ല, ഇതിന് പൈസ ഒന്നും വേണ്ട, അത് ഫ്രീ എടുത്തോ. ഇതിനൊക്കെ ഡിമാൻഡ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എടോ, എനിക്ക് അതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി തരണമെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ സലീമിന്റെ വീട്ടിൽ പോയതേ. സലീമിന്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ആ വരാന്തയും ആ മുറിയും ആ ടോയ്ലറ്റിലോട്ട് കൊണ്ട് കയറി ചെന്നപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിളച്ചിങ്ങനെ വരുമായിരുന്നു, തികട്ടി ഇങ്ങനെ വരുമായിരുന്നു. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നത്. ഇയാൾ അവിടെ പോയി ടോയ്ലറ്റ് കയറിയതല്ലേ? എന്നിട്ട് അവിടെ ഇറക്കി വെക്കാതെ അതും താങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചാൽ ഈ ബംഗാളികൾ ഇത് ചവിട്ടി അകത്ത് കയറ്റത്തില്ലയോ? അങ്ങനെ പറഞ്ഞതല്ല, എന്റെ ഉള്ളിലെ ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ കിടുക്കൻ എനിക്കൊരു വീടുണ്ടാക്കി തരണം. വീടുണ്ടാക്കി തരാം, പക്ഷെ അതിന്റെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് പറഞ്ഞാലേ നമുക്ക് അത് ചെലവ് പറയാനൊക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് പറഞ്ഞാൽ എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്, ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉണർന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ എനിക്ക് സൂര്യനെ കണ്ടെണ്ണിക്കും. അപ്പൊ മേക്കൂര വേണ്ട. ഇത്രയും വലിയൊരു മേശരിയായിട്ട് ഇങ്ങനെ വിവരക്കേട് പറയാതെ. എന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ്. വീട് വെക്കുന്നെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ സ്പർശനം കിഴക്കോട്ടായിരിക്കണം.
ഈ ചുണ്ടിന് താഴെ ചട്ടി ഇട്ടോട്ട് വന്ന് വിവരക്കേട് പറയുന്നു. ദർശനമല്ലെന്ന് ദർശനം. ദർശനം അത് വേണം. അത് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ വീടിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ, വീടിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടിൽ കിട്ടാനുള്ള ഒരു സൗകര്യം വേണം. ഞങ്ങളുടെ അച്ഛനെ കിടത്താൻ വേണ്ടിട്ടാ. അച്ഛൻ കുഞ്ഞുമാവയാന്ന്? അങ്ങനല്ല, അച്ഛൻ പ്രായമൊക്കെ ഇല്ലയോ, അവത്തെ കിടന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കണം. തൊട്ടിലല്ല, ആട്ടുകട്ടിൽ. അത് വേണം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ വീടിന്റെ തൊട്ടപ്പുറത്താണ്. അപ്പൊ അതിന്റെ ഒരു മെയിൻ്റെനൻസ് കൂടി ചെയ്യണം. അത് ഞാൻ ചെയ്തു തരും. കാരണം എന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അയ്യോ, അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെയുണ്ട്? അവിടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റിയുണ്ട്, മൂക്കുണ്ട്, ചുണ്ടുണ്ട്, ഇത് ഈ നെറ്റിയുടെ ഇതൊക്കെ പുറകിലാണോ ഭാര്യ താമസിക്കുന്നത്? അതല്ല, എനിക്ക് മനസ്സിലായില്ല. വീടിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെ ഉണ്ട്? വീടിന്റെ ഫ്രണ്ട് നമ്മൾ നോക്കണ്ട, ചെതല മൊത്തം ചെതല. അപ്പൊ സൈഡോ? സൈഡ് എന്ന് പറഞ്ഞാൽ ചെതലോട് ചെതല. പുറകുവശം എന്ന് പറഞ്ഞാൽ ചെതല് കൊണ്ട് അഭിഷേകമാ. അപ്പൊ ചെതൽപുറ്റിനകത്താ ഭാര്യ താമസിക്കുന്നത്. അവളെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൂക്കാതെ വരാതെ ഒക്കെ ഇട്ടോണ്ടാ. കാരണം എന്താണെന്നറിയോ, അവിടെ അച്ഛൻ പോയ പിന്നെ അവള് സംസാരിക്കത്തില്ല. അപ്പൊ ഈ അച്ഛൻ അവിടെ നാക്കം പറിച്ചോണ്ടാണോ പോയത്? അങ്ങനല്ല പറഞ്ഞത്, അവിടെ അച്ഛൻ മരിച്ചേ പിന്നെ അവള് സംസാരിക്കത്തില്ലെന്നാ പറഞ്ഞത്. വിഷമം കൊണ്ടാ. അത് ശരി. പിന്നെ അപ്പൊ ഈ പിന്നെ നമ്മള് തൊട്ടിയിലിട്ട് ആട്ടാനുള്ള അച്ഛനോ? അത് എന്റെ അച്ഛൻ. അപ്പൊ മറ്റേ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു പോയതാ അവിടെ അച്ഛൻ. അപ്പൊ എത്ര അച്ഛനാ? രണ്ടച്ഛനോ? ഒറ്റച്ഛനേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് എനിക്ക് അതിന്റെ കൂടെ തന്നെ വേറൊരു കൺസെപ്റ്റ് പറയാനുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടുള്ളതാണ്. അതിനൊരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 4 കെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ടെൻഷനാണോ? നാലാമത് കെട്ടുന്നത് ആദ്യം കെട്ടിയ 3 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകാല് തല്ലി. അതല്ല പറഞ്ഞത്. ഈ 4 കെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. 4 കെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാർപ്പൊക്കെ ഉണ്ടാക്കത്തില്ലയോ? ഈ വാർപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മഴ പെയ്യുമ്പോൾ ഇതിന്റെ നടുക്ക് ഇങ്ങനെ വന്ന് വെള്ളം വീഴും. ഞാൻ കെട്ടി കഴിഞ്ഞാൽ നടുക്ക് എപ്പോഴും വെള്ളം വീഴും. ഒരുപാട് സ്ഥലത്ത് വെള്ളം. നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. തേണ്ടേ, ഇങ്ങനെ ചെയ്യുന്നതിന് എത്ര രൂപ വേണം? ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് 5 പൈസയും തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. ഇത് എവിടാ ഇത്? എവിടാ ഇതെന്നോ? ഈ വീടിന് എന്ത് ചെയ്യാൻ പറ്റും? അതാ ചോദിച്ചേ. ജീവിടിനൊന്നും ചെയ്യാൻ പറ്റും. ജീവിട് കിടന്ന് എതച്ചോണ്ടേ ഇരിക്കും. ഈ വീടിന് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ മാറ്റുന്നു. എന്നാ മുമ്പേ കാണിച്ച വീട്ടിലെ ആൾക്കാരുടെ ഫോട്ടോ ഒന്നുകൂടെ കാണിക്കുമോ? അയ്യോ, അത് ഊറി വരുന്ന സാധനം ഇങ്ങനെ അങ്ങ് തുടച്ചങ്ങ് മാറ്റിക്കേ. അവിടുത്തെ മാറ്റി. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാല് എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഗൾഫിലായിരുന്നല്ലോ. അപ്പൊ ഗൾഫിലായിരുന്നപ്പം ഗൾഫിൽ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താ? ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അല്ല, അതിവിടെ അങ്ങനെ നമ്മൾ ആവശ്യമില്ല ആരോടും ചൂടായിട്ട് പുറത്തിറങ്ങി അവർ മുട്ടുകാരി. ആ ചൂടല്ല, അല്ലേ? ഉഷ്ണം എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ വേറൊരു പിന്നെ ചൂടായി കഴിഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടല്ലോ. അതുണ്ട്. അത് കഴിഞ്ഞാല് ഞാൻ ഈ ഗൾഫിൽ താമസിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ടെന്റിലാ. ഓ, അപ്പൊ അവിടെ 10th-ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ +2 ഇങ്ങോട്ട് വന്നത്. ചെറിയ കറണ്ട് ഇരിപ്പുണ്ടോ? ഉണ്ട്. ആ ചെറുത്ത ചെവിക്കകത്ത് ഇങ്ങോട്ട് കറക്കാവോ? സിമെന്റ് കയറി അടഞ്ഞായിരിക്കും. എടോ, ടെന്റിൽ. ഓ, അപ്പൊ അത്രയ്ക്ക് ചെറിയ ലെവലിൽ താമസിച്ചിട്ട് നാട്ടിൽ വന്ന് വലിയൊരു വീട് വെക്കണം. വീട് വെക്കുന്ന പറഞ്ഞാൽ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ഐഡിയാസ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പറഞ്ഞോ എന്തുവാ? എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ പെയിന്റ് ചെയ്യുമല്ലോ. വീട് പെയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ വെള്ളം കടിക്കും. അടിപൊളി. എന്നിട്ട് അതിന്റെ വാതില് കറുപ്പ്, ജനല് കറുപ്പ്, തൂണുകൾ കറുപ്പ്, ഇങ്ങനെ ഒരു സംഭവപ്പാ. അപ്പൊ എങ്ങനെ ഇരിക്കും? പുഴുപ്പല്ല് പോലെ. അങ്ങനാണോ? അങ്ങനാണെന്ന് അത് വേണ്ട. വേറൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛനുണ്ടല്ലോ. ഉണ്ട്. പിള്ളേർക്കാണെങ്കിൽ 2 മുറി വേണമെന്ന് നിർബന്ധമാ. അല്ല, അങ്ങനെ അച്ഛനെ 3 മുറിയാക്കും. 1 മുറി ഇയാൾക്കൂടെ എടുക്കാമല്ലോ. അങ്ങനല്ല പറഞ്ഞത്. എടോ, പിള്ളേർക്ക് 2 മുറി വേണമെന്ന്. അച്ഛന് വേറെ മുറി. പിന്നെ എന്റെ ഭാര്യക്കുരുവോ? അല്ല, ഈ മുഖക്കുരു, മൂലക്കുരു എന്നൊക്കെ കേട്ടിട്ട് ഭാര്യക്കുരു മനസ്സിലായി? അതല്ലെന്ന്, എന്റെ ഭാര്യക്കൊരു ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വീടായിരിക്കണം. എന്ന് പറഞ്ഞാൽ വരാന്ത വലിയതായിരിക്കണം. എന്ന് പറഞ്ഞാൽ മിറ്റം വലിയതായിരിക്കണം. അയ്യോ, അപ്പൊ പറഞ്ഞ കറക്റ്റാ. ഭാര്യ ഇയാൾക്ക് കുരുവാ. ഒരുപാട് കാശ് ചെലവാകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ പൈസ എന്റെ ഉണ്ടല്ലോ. ഉണ്ടോ? പൈസ ഉണ്ട്. വീട് എന്നോട് പറ, എപ്പ വീട് പണി തുടങ്ങണമെന്ന്. ഒരു മിനിറ്റ്. ഹലോ, ഈ പോങ്ങനെ കമത്തി ഞാൻ 2 നില വീട് വെക്കും ഉറപ്പായിട്ട്. അയ്യോ, വേണ്ട, വീട് പണി ഞാൻ ക്യാൻസൽ ചെയ്തു. അല്ല, ഞാൻ ഏർപ്പാടാക്കി. വേണ്ട, വീട് വലിയ പ്രശ്നമാണ്. വീട് പണി ക്യാൻസൽ ചെയ്തു. എന്തോ പ്രശ്നം? തീവപ്പാണെന്നോ? അതിനെക്കാട്ടി വലിയ പ്രശ്നം. കോടതിയിൽ കേസ് നടന്നു. അതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. അതിനെക്കാട്ടി വലിയ പ്രശ്നം. എന്റെ പെണ്ണുമ്പിള്ള സംസാരിക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ തൊട്ട് അവള് സംസാരിച്ചു തുടങ്ങിയത്. അതിനിപ്പോ എന്താ വീട് വെക്കുന്നതിന്? ഇത്ര കാശ് മുടക്കി വീട് വെച്ചിട്ട് എനിക്ക് പിന്നെ സമാധാനത്തോടെ കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? ഇല്ല. നമ്മളെല്ലാവരും ഇവരുടെ പെർഫോമൻസ് നിരവധി തവണ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള 2 ആൾക്കാരാണ് ഇവർ രണ്ടുപേരും, വിനോദേട്ടനാണെങ്കിലും ഷാജിയേട്ടനാണെങ്കിലും. പക്ഷെ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് ഒരു ടീമിന് തന്നെ ഇവർക്ക്
ഇവരൊരു ഫാൻ തന്നെ ഉണ്ട് അവിടെ. ഇവർ നിങ്ങളുടെ ഫാൻസ് ആട്ടോ ഇതായിരിക്കുന്നത്. അവരാദ്യം തന്നെ സംസാരിക്കട്ടെ. ചേട്ടന്മാരെ ഭയങ്കര ഫാനാണ്. പണ്ട് മുതൽ ഏട്ടന്മാരെ രണ്ടാളെയും സ്കിറ്റ് കാണാറുണ്ട്. ഭയങ്കര സിങ്കും ഭയങ്കര കോംബോ ആണ് ഇവര്. ഇന്ന് ലൈവായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു ചേട്ടൻ. സൂപ്പർ. യെസ് ശ്വേത ചേച്ചി. എന്തായാലും ഞാൻ നേരിട്ട് ഷാജിനെ കാണാൻ പറ്റും. ഷാജിയേട്ടാ, വെറുതെ കണ്ടാൽ ഒന്നും സംസാരിക്കാത്ത ഒരാള് എന്താ ചെയ്ത്? ജമ്പടി എന്താ ചെയ്ത്? എങ്ങനെ എങ്ങനെ? സൂപ്പർവായിരുന്നു. ബാറ്ററി എല്ലാം പൊട്ടിത്തെറിച്ച് ഇനി വേറെ എവിടേക്കോ പോയി ചെതറിപ്പോയിടാ. സീരിയസ്ലി? ആ, അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രയായപ്പം നമുക്ക് കൂടുതൽ സന്തോഷമാകുന്നുണ്ട്. ഇതിന്റെ ഒരു 3/4 മേളിൽ ക്രെഡിറ്റ് ഇത് എഴുതിയ വിഷ്ണു ഗോപാലാണ്. ഒന്ന് വിളിച്ചാൽ പിന്നെ വീണ്ടും വിഷ്ണു ഗോപാൽ. നമ്മള് പറയില്ലേ, നമ്മളെല്ലാരും നല്ല ആർട്ടിസ്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു ഡയറക്ടർ കിട്ടിയാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് വിഷ്ണു ഒരുപാട് ടൈം നിങ്ങൾ തെളിയിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേയും ഷാജി ഏട്ടനും എന്താ പറയുക വിനോദേട്ടനും ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്. നാട്ടും പുറത്ത് നടക്കുന്ന ഒരു സാധാരണ സ്റ്റോറിയാണ് ഇത്. എല്ലാരും ഈ മറ്റേ പോലെ ടെന്റിൽ പോയി താമസിച്ച് ഇവിടെ വന്ന് കൊട്ടാരം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പൊ പ്രാഞ്ചിയേട്ടന്മാരുടെ ഒരു സ്റ്റോറി ആയിരുന്നു. സൂപ്പർവായിരുന്നു, സൂപ്പർ. നമുക്ക് ബാറ്ററി ഒക്കെ അതാണ് ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ശ്വേത ചേച്ചി ഇവിടെ വന്നിട്ട് പറഞ്ഞു ബാറ്ററി ഒക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. അതുകൊണ്ടാണ് നമ്മൾ എല്ലാരും ഇവിടെ എനിക്ക് എമൗണ്ടിലാണ് ഒരു ഡൗട്ട്. ആ എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് നമുക്ക് നേരെ ചാർജ് നോക്കിയാലോ? പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി. ഇതിന് ഒരു വലിയൊരു പങ്കുണ്ട് നമ്മളുടെ ഈ ഒരു ഓഡിയൻസിന് വേണ്ടി. ബിക്കോസ് നിങ്ങൾ സൂപ്പർ ഓഡിയൻസ് ആയിരുന്നു. സത്യം. നിങ്ങൾ കൊടുത്ത പ്രചോദനത്തിന് ഇവരുടെ ലൈൻസ് ഒന്നും ഇവർ മറന്നില്ല. കറക്റ്റ് കൗണ്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. സൂപ്പർ. നിങ്ങൾ ഓഡിയൻസ് വൈസ് സൂപ്പർ ഓഡിയൻസ് ആയിരുന്നു. ഓക്കെ വിഷ്ണു, എന്താണ് പറയാനുള്ളത്? സന്തോഷം. അത് ലാസ്റ്റ് ടൈം ഇതേ വേർഡാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം കുറച്ച് വേറെ നമുക്ക് ഡയലോഗ് പഠിച്ചാൽ. ഞാനൊരു 4 വർഷമായിട്ട് ഇവരുടെ സ്കിറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാനാണ്. അപ്പൊ ആദ്യമായിട്ടാണ് എന്നെ പല വേദിയിൽ ഞാൻ ഇവരുടെ കയറിയിട്ടുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. അതിന് വളരെ സന്തോഷമുണ്ട്. അയ്യോടാ. അപ്പൊ കൊടുക്കണ്ടേ? അതെ കൊടുക്കണം. മാറും. ഇവിടെ എല്ലാം കള്ളന്മാര് കുറേ ചെയ്യുന്നത്. നിങ്ങൾ 3 പേരും എന്താ? നിങ്ങൾ 3 പേർക്കുള്ളതാണ്. ഇവിടെ നിന്നോ. സ്ക്രീൻ കാർഡ് തെറിക്കരുത്. ഇത് നമുക്ക് ഈ പൈസ ഇതാ നിങ്ങളുടെ അക്കൗണ്ടില് ഷാജിയേട്ടൻ വിനോദേട്ടൻ ഇതാ. നോക്കിയോ? 50,000 rupees ക്രെഡിറ്റ് ആയിരിക്കാണ്. വരുന്നു. ചേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. പക്ഷെ ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹം. അല്ല, ഇത് ഇപ്പൊ ഞാൻ ഷാജിയേട്ടൻ ഒരു ഡുവറ്റ് സോങ് ചെയ്യാൻ പോവാണ്. ചേച്ചി പറഞ്ഞു ഡാൻസ് വേണമെന്ന്. രാജേട്ടൻ നല്ലൊരു സിംഗറാണ്. അത് മതി. അത് മതി. ഒന്ന് നിങ്ങളുടെ സ്ഥലത്ത് പോകും. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കരളക്കപോലങ്ങൾ നുള്ളി നോവിക്കാതെ
കഴുകാതെ ഞാൻ നോക്കി നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കി ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷം. ഇതൊക്കെ എനിക്ക് വേണ്ടിട്ടാ പാടിയത്. അത്രേ ഉള്ളൂ. അതെ. പക്ഷെ അല്ല ഷാജിയേട്ടാ, happy. താങ്ക് യു ഷാജിയേട്ടാ. നമുക്കും ഇത്തവണ പാട്ട്, അടുത്ത തവണ ഡാൻസ്. പ്രോമിസ് ചെയ്യോ? 4 വരി. പ്രോമിസ്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നമുക്ക് അടുത്ത പരിപാടിയായിട്ട് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് കാണുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം അല്ലേ? ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് അത്യാവശ്യം ഡാൻസ് കളിക്കാൻ പറ്റും. നോബി ചിലങ്ക എടുത്തില്ലേ ചേച്ചി? സത്യം നോബി ചേട്ടനെ വിടാം. നോബി ചേട്ടനെ വിടാം. അടുത്ത ഷെഡ്യൂൾ. എന്നാ അടുത്ത ആളെ ഞാൻ വിളിക്കട്ടെ. രോഹിത് ആണെങ്കിലോ? രോഹിത് ജംഗ ജഗ ജഗ. എന്ത് ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് നമ്മളല്ല രോഹിത് ചെയ്യാൻ പോകുന്നത്? ചെറിയ രോഹിത്തിന്റെ ചെറിയൊരു പെർഫോമൻസ് ആണ് നമ്മൾ ഈ വലിയ ഷോ. സപ്പോർട്ടിന് ഒരാൾ വേണം. ഞാനുണ്ട് മോനെ. സപ്പോർട്ടിന് ആരെയാ വേണ്ടേ? എന്ത് ടൈപ്പ് ഓഫ് ഡാൻസ് ആണ്? ശ്രീവിദ്യ. കീ കൊടുക്കണ പാവയ്ക്ക് ശകലെങ്കിലും താളമുണ്ട്. നമുക്ക് നോക്കാമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ റെഡി ബ്രോ? ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി, നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം. തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം. മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ. മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ? കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ. പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ? നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ? എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ഈ സ്റ്റേജിലിട്ട് മര്യാദയ്ക്ക് ഒരു സ്റ്റെപ്സ് ചെയ്ത ഒരു ശ്രീവിദ്യ കുട്ടീനെ ആദ്യമായിട്ടാ കാണുന്നത്. അല്ല, ഇന്ന് നല്ലതായിരുന്നല്ലേ ചേച്ചി? അതെന്താന്നറിയോ? പാവട സിൽക്ക ചവിട്ടിനടുത്ത് നിക്കണില്ല. അപ്പൊ ഇവന്റെ ബേസ് അപ്പൊ അങ്ങ് ഒഴുകി ഇങ്ങനെ പോകും. രോഹിത് കറക്റ്റ് ചോയ്സ് ആയിരുന്നു. ഫൈനലി ഒരു രോഹിത്തിനെ ശ്രീവിദ്യ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി.
എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതെ അതെ, സന്തോഷായില്ലേ? അത് കിട്ടി. എന്തായാലും സൂപ്പർ ആയിരുന്നു രോഹിത്. താങ്ക് യു സോ മച്ച്. ശ്രീവിദ്യ നന്നായിരുന്നു രണ്ടുപേരും. അങ്ങനെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം ഫുൾ വൈബോടെ തിരിച്ചെത്താം. അതുവരേക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്. ബൈ.